നമുക്കിന്ന് പാലക്കാട് യാത്ര കാണാം. പാലക്കാട് യാത്ര പോകുമ്പോൾ നല്ല മഴയുണ്ട്, അതിനനുസരിച്ച് തന്നെ ഇങ്ങനെ നല്ല കോടമഞ്ഞൊക്കെ കാണുന്നുണ്ട്. പാലക്കാട് പോണ പോലെ അല്ല തോന്നണത്, നമ്മൾ മൂന്നാറൊക്കെ എത്തിയ പോലെ തോന്നണത്. നമ്മളിപ്പോൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. തൃശ്ശൂരാണ് വീട് വരുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അത്രയധികം രാവിലെ ഒന്നും അല്ല ഞങ്ങൾ ഇറങ്ങിയത്. ഒരു 10 മണിക്ക് 10:30 ആയിട്ടാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത്. എന്നാലും ഇവിടെ എത്തുമ്പോൾ നോക്കുമ്പോൾ പുലർച്ചെ പോണ പോലെ തോന്നും. ഇങ്ങനെ മഞ്ഞൊക്കെ ഉള്ള മഴയുള്ള കാരണം തോന്നുന്നു നിറച്ചിങ്ങനെ ആ മലയൊക്കെ കാണുമ്പോൾ ആ മലയുടെ മുകളിൽ നിറച്ചിങ്ങനെ കോടമഞ്ഞ് പോലെ ഇറങ്ങിയിട്ട് നിൽക്കണം. മഴയുള്ള കാരണം തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ട്രാവൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇപ്പോൾ ഈ സമയത്ത്, ഈ മഴയുള്ള സമയത്തൊക്കെ പോകാൻ പറ്റണ സമയം എന്ന് വെച്ചാൽ അധികം അങ്ങനെ ഇപ്പോൾ വെള്ളച്ചാട്ടം അങ്ങനെ വാട്ടർഫോൾ അങ്ങനെയൊന്നും പോകാൻ നമുക്ക് എന്തായാലും പറ്റില്ല ഈ സമയത്ത്. അത്രയും മഴയും ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ യാത്രകളൊക്കെയാണെന്ന് വെച്ചാൽ നല്ല രസമാവും. അത്ര അപകടം പിടിച്ച യാത്രകളൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ പാലക്കാടൊക്കെ ഒന്ന് പോയി കാണാൻ നല്ല ഭംഗിയാണ് ഈ സമയത്തൊക്കെ പോയത്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, കൊല്ലങ്കോട് എന്നാണ് ഉദ്ദേശിച്ചിട്ടാണ് പോണത്. അപ്പോൾ അവിടെ പോയപ്പോൾ അന്നൊന്നും അല്ല ഭംഗി കുറവൊന്നും അല്ലാട്ടോ പറയാം. പക്ഷേ ഇപ്പം അങ്ങനെ പാടൊക്കെ ഇങ്ങനെ നല്ല പച്ചയായിട്ട് ഇങ്ങനെ എന്താ പറയുക, മുളച്ചിങ്ങനെ നിൽക്കണ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, നല്ല പച്ചപ്പായിട്ട് നിൽക്കണം. അത് കാരണം നല്ല ഭംഗിയപ്പം കാണാം. അതേപോലെ മഴയുള്ള കാരണം ഇങ്ങനെ കുന്നുമൊക്കെ ഇങ്ങനെ കോടമഞ്ഞിറങ്ങിയതുപോലെ ആയാലും എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് പോയി കാണുക. പാലക്കാട് നിന്ന് ഇപ്പോൾ എത്ര തൃശ്ശൂരിൽ നിന്നായാലും എറണാകുളം ഒന്നും അത്ര അധികമുള്ള സ്ഥലമല്ലല്ലോ. പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സമയമാണ് ഇപ്പോൾ. അപ്പോൾ പാലക്കാടൊക്കെ ഒന്ന് പോയി നോക്കുക. അപ്പോൾ പിന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തായിട്ട് ആണ്, എന്താ പറയുക, ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ തോന്നില്ല. അത്രയും ഭംഗിയാണ്, നമുക്ക് അവിടെ നിന്ന് പോരാനും തോന്നില്ല. കുതിരാൻ തുരങ്കത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലക്കാട് തുരങ്കത്ത് നിന്ന് പുറത്തേക്ക് കടന്നിട്ടുള്ള വ്യൂ ആട്ടത്. ഇവിടെ ഇപ്പം അത്ര അധികം മഴയൊന്നുമില്ല. പാലക്കാട് നിന്ന് പോകുമ്പോൾ നമ്മൾ ടോൾ കൊടുത്തിട്ട് വേണം. അപ്പോൾ ടോൾ ബൂത്ത് എത്താറായി. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കണില്ല. നമ്മൾ ടോളൊക്കെ കൊടുത്ത് പുറത്തേക്ക് കടന്നു. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലുകൾ, അങ്ങനെ ചിപ്സ് അങ്ങനത്തെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടലൊക്കെ ഉണ്ട്. നല്ലങ്ങനെ കാട് പോലത്തെ ഒരു പ്രദേശത്ത് നമ്മൾ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ആ പോണ വഴിക്കുള്ള ഒരു ഇതങ്ങനെ എന്താ പറയുക, ആലും കശുമാവും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലം. രണ്ട് സൈഡിലിങ്ങനെ കാട് പോലെയൊക്കെ തോന്നണത്.
പാലക്കാടിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. മഞ്ഞും രാവിലെ ഉച്ചയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ, എന്നാലും ഇങ്ങനെ കോട ഇറങ്ങിയിട്ടേ. പ്രകൃതി ഇഷ്ടമുള്ളവരെന്തായാലും മിസ് ചെയ്യാണ്ട് വരേണ്ട സ്ഥലമാണിത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റുക? വീഡിയോയിൽ ആ മഞ്ഞും ഇങ്ങനെ കോട ഇറങ്ങിയിട്ടുള്ള സ്ഥലം എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മാക്സിമം കിട്ടണ വിധത്തിൽ എടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. മലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകണ പോലെ ഉണ്ട്. അത് വീഡിയോയിൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ ആകെ പോവും. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. പോണ വഴിക്ക് ഒരു അമ്പലമുണ്ട്. റോഡ് കുറച്ച് മോശമാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കൊല്ലങ്കോട് ഗ്രാമം അല്ലെങ്കിൽ കൊല്ലങ്കോട് എന്ന് മാത്രം മാപ്പിൽ കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ കൊല്ലങ്കോട് ഗ്രാമത്തിൻ്റെ അവിടെ എത്തും. അപ്പോൾ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ പാലക്കാട്. ഇപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ പോയുള്ളൂ. അപ്പോഴേക്കും നല്ല മഴയായിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. നല്ല മഴ എന്ന് പറയുമ്പോൾ ഭയങ്കര മഴയാണ്. അപ്പോൾ സീതാർകുണ്ട് വാട്ടർഫോളിലേക്കൊന്നും ഞങ്ങൾക്ക് പോകാൻ തന്നെ പറ്റിയില്ല. കൊല്ലങ്കോട് സെൻറ്റർ എത്തിയിട്ടുണ്ട്. സെൻട്രൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. ഇതിൽ വരും ഇവിടത്തെ ഇതിപ്പോൾ നമ്മൾ സീതാർകുണ്ട് പോണ വഴി, സീതാർകുണ്ട് വാട്ടർഫോൾ പോണ വഴിയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള വ്യൂ ആണ്. പക്ഷേ ഞങ്ങൾ സീതാർകുണ്ട് വാട്ടർഫോളിലേക്ക് പോയില്ല. ഇവിടെ തന്നെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. കൊല്ലംകോട് തന്നെയാണ് ഈ സ്ഥലം. അപ്പം ഇങ്ങനെ മലയും വെള്ളം ഇങ്ങനെ മലയിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ അത് നിർത്തിയതാണ്. പനിയും കേട്ട് എന്തൊരു രസമാണ് കാണാൻ. പാടവും താഴെ ഇങ്ങനെ പാടം, അപ്പുറത്ത് മല.
വീഡിയോ എടുക്കണ്ടേ ഇവിടെ നിൽക്കണേ സംഗീക്ക് ഇപ്പുറത്തൂടെയൊക്കെ പട്ടികൾ ഓടുന്ന കാരണം എപ്പോഴടുത്തേക്ക് വരാന്ന് പറയാൻ പറ്റില്ല. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. പാടായ കാരണം തോന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, കാറ്റായിട്ട് ഭയങ്കര സൗണ്ട് ഇങ്ങനെ കാറ്റിട്ട്. വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച മലയിൽ കൂടെ വീടുണ്ട്. എല്ലാ ഭാഗത്തൂടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത്തിരി കൂടുതലായിട്ട് സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഇതാവും, തീരെ ക്ലിയർ ഇല്ലാത്ത പോലെ. അങ്ങനെ ഞാൻ സൂം ചെയ്യണില്ല. എനിക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല കാറ്റാട്ടെ. കാറ്റത്ത് നമ്മളിങ്ങനെ പറന്നു പോണ പോലെയാ. ഇവിടെ അധിക പേരും വന്നിട്ട് റീൽസ് എടുക്കലും ഡാൻസും ഇതായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയാലാണ് സീതാർകുണ്ട്. ഞങ്ങൾ പക്ഷേ അവിടേക്ക് പോയി വഴിയിലെത്തിയപ്പോൾ നല്ല മഴയായി. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ പോയാലും അവിടേക്ക് കടത്തില്ല, നല്ല മഴ വീഴുമ്പോൾ പെട്ടെന്ന് അവിടെ വെള്ളം അങ്ങനെ വരും. അപ്പോൾ എന്തായാലും കടത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പോയില്ല, ആ വഴിയിൽ പോയിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നു. അതൊരു നഷ്ടമായി. ഇനിയും സാരമില്ല, ഇനി എന്തെങ്കിലും ഒരു ദിവസം പോവാമല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കൊല്ലംകോട് ഗ്രാമം കാണാൻ പോണത്. അപ്പോൾ ഓൾറെഡി ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക. അത് വേറെ കൊല്ലംകോട് വേറെ ഒരു സ്ഥലമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിലും പ്രകൃതി ക്ഷേത്രമുണ്ട്. പിന്നെ ഇതിലും ഞങ്ങൾ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് എല്ലാവരും റീൽസ് എടുക്കുക, ഡാൻസും ഇതായിട്ട് നല്ല ഭംഗിയാണ് അവിടെ നേരിട്ട് കാണാനും. വീഡിയോയിൽ കാണാനായിട്ട് ഭംഗിയാണ് നേരിട്ട് കാണാം. അപ്പോൾ അവിടെ ഭയങ്കര റീൽസ് എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട എന്ന് പറയും, ഫേമസ്. ഇപ്പോൾ നമ്മുടെ കുറേ സിനിമയിലുള്ള ചായക്കടയാണ്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ പരിപ്പുവട കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക്. അപ്പം ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. നല്ല ചൂടായിട്ടുള്ള നല്ല നാടൻ പരിപ്പുവടയാണ്. അപ്പോൾ മക്കളോട് അതൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല. അവിടെ നിന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ് നമ്മളെ പ്രകൃതി ക്ഷേത്രം എന്ന് പറഞ്ഞ്. അപ്പം അവിടെ നിന്ന് നമ്മൾ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ ആ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലാണ്, നിറച്ച ആലാണ്. അപ്പോൾ അത് കാണാനുള്ള ഭംഗിയോണ്ടും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ മക്കളുണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോണതാണ് അമ്പലത്തിലേക്ക്. ഇതാണ് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക. ഇവിടുത്തെ പ്രതിഷ്ഠ കറുപ്പയ്യ സ്വാമിയാണ്. അപ്പം നമ്മൾ ചിലവർക്ക് ഇതൊന്നും രീതികളൊന്നും ഇവിടുത്തെ ഇഷ്ടമാവില്ല. അപ്പം നമ്മളതൊന്നും നോക്കണ്ട, നമ്മൾ ചെല്ലുക, അമ്പലത്തിലൊന്ന് തൊഴുതിട്ട് പോരുക, അത്ര മാത്രം. ഇവിടെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നുമില്ല.
അപ്പം ഞങ്ങളിനി തിരിച്ചു പോവാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട വ്യൂ ആണിത്. ഇപ്പോൾ മഴയൊക്കെ മാറി ഇപ്പോൾ നിറച്ച് മഞ്ഞായി, കോടമഞ്ഞ് ഇറങ്ങണ പോലെയായി ഉണ്ട് കേട്ടോ. അപ്പം സമയം 5 മണിയാവാറായി. ഇപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം മഴയൊക്കെ മാറി, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു പാലക്കാട്. വണ്ടിയൊന്നും ഓടിക്കാൻ തന്നെ പറ്റാത്ത വിധത്തിൽ മഴയായിരുന്നു. എല്ലാവരും വരിക, പാലക്കാട് വന്ന് കാണുക, നല്ല രസമുണ്ട്. മഴയൊക്കെ ആയ കാരണം ഇപ്പം നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ച് തൃശ്ശൂർക്ക് പോണ വഴിയാണ്. അപ്പോൾ കുതിര നല്ല ലൈറ്റൊക്കെ ഇട്ടു. ഇപ്പോൾ ഇരുട്ട് ഇങ്ങനെ നല്ല ഇരുട്ടായി തുടങ്ങിയപ്പോൾ ലൈറ്റൊക്കെ ഇട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത് കുതിരേൻ്റെ. അപ്പോൾ പാലക്കാട് യാത്ര എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ലൈക്ക് ഒന്ന് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.